Okay, let us start. ആരംഭിക്കാം. Okay. Yes. Okay. നമുക്ക് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ചായിരുന്നു. We were discussing about the tenses and we also discussed about the two type of tenses. രണ്ട് ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ രണ്ട് ടെൻസുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസും ഉപയോഗിച്ചാൽ സിമ്പിൾ പ്രസന്റ് ആണെന്നും സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ഉപയോഗിച്ചാൽ സിമ്പിൾ പാസ്റ്റ് ആണെന്നും നമ്മൾ സൂചിപ്പിച്ചു. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ നെഗറ്റീവ് ഉണ്ടാൽ സെന്റൻസ് ആക്കുമ്പോൾ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ചേർക്കണമെന്നും സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഡിഡ് നോട്ട് ചേർക്കണമെന്നും നമ്മൾ സൂചിപ്പിച്ചു. ഇന്ന് നമ്മൾ അടുത്ത ഒരു ടെൻസിനെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത്തെ നമ്മൾ പറയുന്ന ടെൻസിന്റെ പേരാണ് സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് ഒരു ഹാബിച്വൽ ആക്ഷൻ, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം. സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു പോയ സംഭവം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. ആ വാക്കിൽ എന്ന് പറയാം സിമ്പിൾ ഫ്യൂച്ചർ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഈസ് യൂസ്ഡ് ടു സേ സംതിങ് അബൌട്ട് ഇൻ ഫ്യൂച്ചർ. ഭാവിയിലെ കുറിച്ചുള്ള കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യം നമ്മൾ സബ്ജക്റ്റ് പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാല് ഏതെങ്കിലും ഒന്ന് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാൽ പ്ലസ് പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് പറയാം അത് ഏതാണ് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല് പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പൊ വില്ല് അല്ലെങ്കിൽ ഷാല് എന്ന് പറയുന്നത് കൂടാതെ വേറെ വാക്കുകളൊക്കെ ഉണ്ടോ? നമുക്കിപ്പോ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടും ആ ടെൻസ് ഒന്ന് പഠിക്കുമ്പോൾ നമുക്ക് വേറെ കൺഫ്യൂഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ രണ്ട് വാക്കുകൾ ഓക്സിലറി വെർബ് മാത്രം പറഞ്ഞത്. വിൽ ഓർ ഷാൽ, സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് വില്ലോ ഷാലോ കഴിഞ്ഞാൽ പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവും. ഭാവിയിലെ എന്ന് പറയുന്ന അർത്ഥം കിട്ടിക്കോളും. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക എന്നാണ്. വിൽ ഗോ എന്നാണെങ്കിൽ പോകുന്ന. ടേക്ക് എടുക്കുക, വിൽ ടേക്ക് എടുക്കും. റീഡ് വായിക്കുക, വിൽ റീഡ് വായിക്കും. ജമ്പ് ചാടുക, വിൽ ജമ്പ് ചാടും. അപ്പൊ പ്രസന്റ് ടെൻസ് ആയിട്ടുള്ള വെർബിന്റെ മുന്നിൽ വില്ലോ ഷാലോ വന്നു കഴിഞ്ഞാൽ അതിന് ഫ്യൂച്ചർ എന്ന് പറയുന്ന അർത്ഥം കിട്ടിക്കൊള്ളും. അല്ലാതെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു വേർഡ് ടെൻസ് നമുക്ക് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമ്പോൾ പ്രസന്റ് വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം എന്ന് പറയും. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു ഭാവി കാലം എന്ന് പറയുന്ന ടെൻസ് വരും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഫ്യൂച്ചർ എന്നല്ല പറയുന്നത്. അപ്പൊ ഫ്യൂച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രസന്റ് ടെൻസിന്റെ മുന്നിൽ വില്ലോ ഷാലോ ചേർത്താൽ അതെന്തായി? ഫ്യൂച്ചറായി. ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കോഴ്സ് അത് ഒരു 5 മാസത്തിനുള്ളിൽ ഞാൻ പൂർത്തിയാക്കും. അപ്പൊ അത് പറയുന്നത് ഐ ഷാൽ കംപ്ലീറ്റ് മൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് വിത്തിൻ 5 months. അല്ലെങ്കിൽ ഐ വിൽ കംപ്ലീറ്റ് മൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് വിത്തിൻ 5 months. നാളെ എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഞാൻ നാളെ ഇത് പോകും. ഐ വിൽ ഗോ ടു ദ ബർത്ത്ഡേ പാർട്ടി ടുമാറോ. യെസ്റ്റർഡേ എന്ന് പറയുന്നത് ഐ വിൽ ഗോ ടു ദ ബർത്ത്ഡേ പാർട്ടി ടുമാറോ. നാളെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല. ഐ വിൽ നോട്ട്, വില്ലേക്ക് നോട്ട് ചേർത്താൽ മതി. അതൊക്കെ നിൽക്കട്ടെ. നാളെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഐ വിൽ അറ്റൻഡ് ദ ക്ലാസ് ടുമാറോ. ഐ വിൽ അറ്റൻഡ് ദ ക്ലാസ് ടുമാറോ. അപ്പൊ വില്ല് കഴിഞ്ഞതിന് ശേഷം
പ്രസന്റ് ടെൻസ് ഒന്ന് വെർബും കൂടി നമ്മൾ പറയുകയാണെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഐ വിൽ ഗോ, ഞാൻ പോകും. ഐ വിൽ യൂസ് ഇറ്റ്, ഞാനിത് ഉപയോഗിക്കും. ഇപ്പൊ വൈകുന്നേരത്തെ സപ്പർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. ഐ വിൽ പ്രിപ്പയർ ദ സപ്പർ. ഐ വിൽ പ്രിപ്പയർ ദ സപ്പർ. ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഐ വിൽ ടീച്ച് യു ഇംഗ്ലീഷ്. ആ വില്ല് മാറ്റിയിട്ട് ഐ ടീച്ച് യു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ടെന്നായിരുന്നു. അപ്പൊ ഹാബിറ്റഡ് ആക്ഷനാണ്. അതിന്റെ ഭാവിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് തൊട്ട് മുന്നിൽ എന്ത് ചേർക്കുന്നത്, വില്ല് ചേർക്കുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോൾ ഓർക്കുക, ഭാവിയിലേക്കുള്ള ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ ഒന്നെങ്കിൽ വില്ല് അല്ലെങ്കിൽ ഷാല് ചേർക്കുക. വില്ലോ ഷാലോ ചേർത്തിട്ട് വേണം നമ്മൾ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. I will attend the class. I will give a report to the manager. I will get the loan from the bank. I will clean my room tomorrow. I will check my emails in the morning. അപ്പൊ നമുക്ക് വില്ലോ ഷാലോ ആദ്യം വന്നു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലേക്കുള്ള വാചകങ്ങളായിട്ട് മാറും. ഓക്കെ, ഇനി ആരാണ്? ഐശ്വര്യ അയച്ചു. ഐശ്വര്യ അയച്ചു. യെസ്. ഐശ്വര്യ ബില്ല് വരുന്ന അല്ലെങ്കിൽ ശാലം ഉപയോഗിക്കുന്ന 2-3 വാചകങ്ങളൊന്ന് പറഞ്ഞു. ബില്ലും ശാലും വരുന്ന രീതിയിലുള്ള 2-3 വാചകങ്ങൾ. ഇഷ്ടമുള്ള വാചകങ്ങൾ പറഞ്ഞോ. ഓക്കെ സർ. ഓക്കെ. I will to travel. I will travel to Ooty next summer. Okay, okay, correct. I will travel to Ooty next summer. Correct ആണ്. I will travel. I shall travel എന്ന് പറഞ്ഞാൽ ശരിയാണ്. Okay, അടുത്തത്. They will buy a new car tomorrow. Okay, they will buy a new car tomorrow. Buy present tense ആണ്. അതിന് മുന്നിൽ ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ വാങ്ങുമെന്ന്. They will buy a new car tomorrow. അടുത്തത്. ഇഷ്ടമുള്ള പറഞ്ഞോ. നമ്മുടെ ജീവിതത്തിൽ നിനക്ക് ഭാവിയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ പറഞ്ഞാൽ മതി. We will start a new business. Okay, we will start a new business next year. Okay, okay, we will start a new business next year. ഞങ്ങൾ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കും. Okay, 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 okay. Very good, very good. ഐശ്വര്യ. Yes, മിഥ്യ. മിഥ്യ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമെങ്കിൽ പറഞ്ഞോട്ടോ. ഞാൻ പറയാം. വിളിക്കാൻ വേണ്ടി കാത്തിട്ടുണ്ട്. ബില്ല് വരാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഷാല് വരാവുന്ന രീതിയിലുള്ള എക്സാമ്പിൾസ് പറഞ്ഞു. Yes sir, good morning. Good morning sir. Okay, അത് കഴിഞ്ഞ് ദേവിയെ വിളിക്കാം. Yes, മിഥ്യ പറഞ്ഞോ. I will go to temple tomorrow. I will go to temple tomorrow. അതൊന്നും നിൽക്കട്ടെ മിഥ്യ. ഞാനൊരു എക്സാമ്പിൾ പറയാം. അത് നല്ലൊരു വാചകം കൂടെ പറഞ്ഞു. I will go to temple tomorrow എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ അമ്പലത്തിൽ പോകും. ഇനി എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുള്ളതാണെങ്കിൽ എന്ത് പറയും? I will go to temple every day. അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പറയാം, ആർക്കെങ്കിലും പറയാമോ? അവിടെ വില്ല് കളയണം. ഐ ഗോ ടു ടെമ്പിൾ. ഒന്നും വേണ്ട. ഞാന് ആ വാചകം പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞാണ്. ഐ വിൽ, ശ്രദ്ധിക്കുക എല്ലാവരും, ഐ വിൽ ഗോ ടു ടെമ്പിൾ ടുമാറോ. കറക്റ്റ് ആണ്. ഞാൻ നാളെ അമ്പലത്തിൽ പോകും. ഞാൻ എന്നും അമ്പലത്തിൽ പോകാറുണ്ടെങ്കിൽ ഐ ഗോ ടു ടെമ്പിൾ ഡെയിലി. ഐ ഗോ ടു ടെമ്പിൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ മതി. ഇനി അത് തന്നെ നമുക്കൊന്ന് മാറ്റി പറയുന്നത്, ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയി. അതിനാണെങ്കിലോ I went yesterday temple. I went to temple yesterday. കറക്റ്റ് ആണ്. അത് വ്യത്യാസം കണ്ട. I go to temple every day. ഞാൻ എന്നും അമ്പലത്തിൽ പോകാറുണ്ട്. I went to temple yesterday. I will go to temple tomorrow. നാളെ ഞാൻ അമ്പലത്തിൽ പോകും. അതാണ് വ്യത്യാസം. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നത്, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ കഴിഞ്ഞു പോയത്. വില്ല് വരുമ്പോൾ ഫ്യൂച്ചർ ആയി, അപ്പൊ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു. ഓക്കെ, കണ്ടിന്യൂ വിദ്യ. I will go to party tomorrow. I will go to party tomorrow. കറക്റ്റ് ആണ്.
I shall buy a phone tomorrow. Yes, I shall buy a phone tomorrow. Correct. Then next, I shall get job after my hospital administration. Course. Okay. I shall secure. Correct. I shall secure a job after my hospital administration course. I shall become financially independent after this course. Okay. അത്ര പോരെ? Okay. വെരി ഗുഡ്. ബില്ല് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പറയുന്നു? പ്രസന്റ് ടെൻസ് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ബില്ല് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ടെൻസ്. ഐ വിൽ ക്ലീൻ, ഞാൻ ക്ലീൻ ആക്കും, ആക്കിയിട്ടില്ല, ആക്കും. ഐ വിൽ പ്രേ, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കും. ഐ വിൽ പ്രേ. ഓക്കെ ദേവിക, പറഞ്ഞോളൂ. സാറേ എനിക്ക് അറിയത്തില്ല, പറഞ്ഞു നോക്കുവാണേ. നോ പ്രോബ്ലം. യെസ്, മാഡം. Shall I go to the class? Shall I go to the class? Shall I go to class? ഓക്കെ, അത് കറക്റ്റ് ആണ്. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സെന്റൻസിൽ തെറ്റൊന്നുമില്ല. അപ്പൊ അത് ചോദ്യമായിട്ട് മാറും. പെർമിഷൻ ചോദിക്കുകയാണ്. നമ്മളത് ഇതിന്റെ അടുത്തൊരു ഘട്ടത്തിൽ അത് പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അത് ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടണം. നേരെ മറിച്ച് ആ ഷാൽ ഐ എന്നുള്ളതില് ആ ഐ ആദ്യം പറഞ്ഞിട്ട് അത് പറയുമെങ്കിൽ അപ്പൊ എന്തായി? I shall go to the classes. ഞാൻ ക്ലാസ്സിൽ പോകും. അപ്പൊ ചോദ്യമായി. ഓക്കെ. I shall take the book. I shall take the book. ഞാൻ ബുക്ക് എടുക്കും. ഓക്കെ. I will travel to next day church. ഓക്കെ. I will travel. ശരിയാണ്. Travel to next day church. I will travel to church next day. എവിടെ പോകുന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ നമ്മളൊരു കാര്യം ഓർത്തിരിക്കുക, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇതാണ് അതിന്റെ ക്രമം പോകുന്നത്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇത് ആദ്യം പറഞ്ഞത് SVOMPT. ഓക്കെ. നാളെ ഞാൻ അമ്പലത്തിൽ പോകും. ഐ വിൽ ഗോ, പോകും. അപ്പൊ സബ്ജക്റ്റായി വെർബായി. ഇനി എന്ത് പോകും എന്ന് ചോദിക്കുക, ഒരു ആൻസർ ഇല്ല. അപ്പൊ അത് വേണ്ട. ഇനി അത് മാനർ, എങ്ങനെ പോകും എന്ന് ചോദിക്കുക, ബസ്സിനാണോ, നടന്നാണോ, ബൈക്കിനാണോ, അപ്പൊ അതിന് ആൻസർ ഇല്ല. അപ്പൊ SVOMP, പ്ലേസ്, എവിടെ പോകും. അതിന് അപ്പൊ പറയാം, എവിടെയാണ് പോകുന്നത്? ചർച്ച്. അല്ല, ഐ will go to church. ഇനി ടൈം എപ്പോൾ ചോദിക്കുക, അപ്പൊ എന്താ പറയാ? ടുമോറോ, നെക്സ്റ്റ് ഡേ. കറക്റ്റ്. ഐ വിൽ ഗോ ടു ചർച്ച് നെക്സ്റ്റ് ഡേ. ഐ വിൽ നെക്സ്റ്റ് ഡേ പോകുന്നവൾ പറയുന്നതിനേക്കാൾ നല്ലത് ഐ വിൽ ഗോ ടു ചർച്ച് നെക്സ്റ്റ് ഡേ. കാരണം സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. SVOMP ഈ ക്രമത്തിൽ പറയും. സബ്ജക്റ്റിൽ പ്രവൃത്തി ചെയ്യുന്ന ആള്, വെർബ് അയാൾ ചെയ്ത പ്രവൃത്തി, ആ വെർബിനോട് ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം ഒബ്ജക്റ്റ് മൂന്നാമത് എഴുതുക. വെർബിനോട് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം അടുത്തത് എഴുതുക. വെർബിനോട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം പിന്നീട് എഴുതുക. വെർബിനോട് എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം പിന്നീട് എഴുതുക. SVOMPT ആ ക്രമങ്ങൾ പിടിച്ച് പറയണമെങ്കിൽ ദേവിക തെറ്റുപറ്റില്ല. ഓക്കെ. SVOMPT മനസ്സിലാതെ അങ്ങനെ ഉറപ്പിച്ചു. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഓക്കെ. പറഞ്ഞോളൂ ദേവിക, ബാക്കി പറഞ്ഞു. സാറ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരുമോ? അതൊന്നുകൂടെ. സബ്ജക്റ്റ് SVOMPT, സബ്ജക്റ്റ്,
വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. SVOMPT, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. അത് ഓരോന്ന് എന്താണ് പറയാ? സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ, ഐ, ഞാൻ. പിന്നെ ഒരു വെർബ്, ഞാൻ ചെയ്ത പ്രവൃത്തി, ഐ കിൽഡ്, അല്ല വെർബായി. പിന്നെ വേണ്ടത് ഒബ്ജക്റ്റ്, എന്ത് അല്ലെങ്കിൽ ആരെ ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം. ആരെ കൊന്നു? ആൻസർ അല്ല. എന്ത് കൊന്നു? എ സ്നേക്ക്, അല്ല ഐ കിൽഡ് എ സ്നേക്ക്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റായി, വെർബായി, ഒബ്ജക്റ്റായി. ഇനി മാനർ, എങ്ങനെ കൊന്നു? വടി കൊണ്ടടിച്ച്, ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്. ഉണ്ടോ? ഇനി അടുത്ത ചോദിക്കാണ് പി, എവിടെ വെച്ച് കൊന്നു? പ്ലേസ് ആണ്, എവിടെ വെച്ച് കൊന്നു? അറ്റ് നോർത്ത് പറവൂർ, നോർത്ത് പറവൂർ വെച്ച് കൊന്നു. ഇനി ടി, ടൈം, എപ്പോൾ കൊന്നു? യെസ്റ്റർഡേ അറ്റ് 10 o'clock, ഇന്നലെ 10 മണി. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഈ ക്രമം വെച്ച് നിങ്ങൾ പറഞ്ഞു പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു എസ്സേ ഒരു സംഗതിയെ കാണാതെ പഠിക്കില്ല. കാരണം നമുക്കറിയാലോ ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതിന്റെ ഭംഗിയായിട്ട് എഴുതാനും. കാണാതെ പഠിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ അത് പറഞ്ഞോളൂ ദേവിക, ബാക്കി പറഞ്ഞോളൂ. ബില്ല് വരുന്ന രീതിയിൽ പിന്നെ ആർക്കാണ് പറയാൻ പറ്റുന്ന വെച്ചാൽ പറയട്ടോ. ഞാൻ പറഞ്ഞു നോക്കാം. ഇത് അഭിപ്രായമുള്ളവർക്ക് പറയാവുന്നതാണ്. ഞാനത് പറഞ്ഞു നോക്കട്ടെ. ബില്ല് വരുന്ന വാചകം. യെസ്, മേഘന വിശ്വം, മേഘ വിശ്വം Yes, sir. പറഞ്ഞോളൂ. ബില്ല് വരാവുന്ന. Yes. I will complete my course. Yes, I will complete my course. Correct. I will get a job in hospital. I will get a job in a hospital. Correct. I will give support to my family. Okay, I'll say I will give support. Stress. I will give financial support to my family. Okay. Financial support. Okay, ഒരു വാക്കുകൂടി അങ്ങോട്ട് ചേർത്ത് പറഞ്ഞു. അപ്പൊ ഇത് പവറായി. യെസ്. I will go to Palani next month. Okay, I will go to Palani next month. Correct. I will എന്തെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷനോ പോകുമെന്ന് പറയും. അടുത്താഴ്ച. I will go to marriage party. Okay. I will attend the marriage party or I will go to the marriage party next week. Okay. Mehra, very good. പറഞ്ഞതെല്ലാം ശരിയാണ്. Okay. Very good. Yes. Okay, welcome. നിങ്ങൾ പറഞ്ഞു പഠിക്കാം. ബില്ല് വെച്ച് ഗായത്രി, are you ready? Yes, sir. പറയാം. ബില്ല് വരാവുന്ന രീതിയിൽ പറഞ്ഞു. I will complete my study at 7 o'clock. Yes, very good. He will clean my shoes. Okay. She will read a story. Okay. I will prepare biryani. Yes. I will plant trees. I will plant trees. Okay. Very good. Okay, ഗായത്രി പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. Okay. ഇനി ആർക്കാണ് ബില്ല് വരാവുന്ന ഇതേപോലുള്ള വാചകങ്ങൾ പറയാവുന്നത്? I will. ശില്പ? Yes, sir. അത് പറഞ്ഞോ. അപ്പൊ കയ്യിലുണ്ടല്ലോ. അപ്പൊ പിന്നെ ഞാൻ പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. എന്നൊന്ന് പറഞ്ഞൂടെ? Yes. Okay. പറഞ്ഞോളൂ. I will close the door. I will close the door. Okay. I will meet him later. I will meet him later. ഞാൻ അവനെ പിന്നീട് കാണും. Okay, very good. I will go to marriage tomorrow. Okay. Correct. അത്രേ അറിയുള്ളൂ സർ.
ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, നമുക്കേ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന സമയം നമ്മൾ ഒരു കാര്യം സംസാരിച്ച സമയത്ത് ഇത് ഭാവിയിൽ എടുക്കണം, അപ്പൊ ബില്ല് ഉപയോഗിച്ച് പറയണം. അങ്ങനെ നമുക്ക് അങ്ങനെ പറയാനായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണം. കവിത വരുന്ന പോലെ കവിതയെ കുറിച്ച് പറയുന്നത് അങ്ങനെയല്ലേ, സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ദ പവർഫുൾ തോട്ട്സ്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വരുമ്പോൾ അതിങ്ങനെ ഓവർഫ്ലോ ചെയ്ത് പുറത്തേക്ക് വരുമ്പോഴാണ് അത് ലൈൻസ് ആയിട്ട് മാറുന്നത് എന്ന് പറയുന്നത്. സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ തോട്ട്സ്. ഓക്കെ ഓക്കെ, യെസ് അലക്ക, അലക്ക MS. Good morning, sir. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. I will study for the PSC exam tomorrow. Yes. I will go to the beach tomorrow. Yes. They will finish the project today. Okay. I will prepare food for my family. Yes. I will go to the store tomorrow. Yes. Okay, അലക്ക, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, ബില്ല് വരുന്ന 2-3 വാചകങ്ങൾ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് കേൾക്കന. ആർ യു റെഡി? ബില്ല് വരുന്ന 2-3 വാചകങ്ങള്, ബില്ലോ ഷാലോ വരുന്ന 2 വാചകങ്ങള് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന അഭിപ്രായമുള്ള? യെസ്, ആരുമില്ല അല്ലേ? യെസ്, ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എഴുതുന്നു, ബില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, പിന്നെ നമ്മൾ വെർബ് എഴുതുന്നു, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. പക്ഷെ ഫ്യൂച്ചർ എന്ന് പറയുന്ന അർത്ഥം അനുഭവിക്കുന്നു. ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. യെസ്, ഇനി ഇതേ വാചകം തന്നെ അതിനൊരു നെഗറ്റീവ് അർത്ഥം കിട്ടും. ഫ്യൂച്ചറിലേക്ക് ഒരു നെഗറ്റീവ് അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുകൂടി ചേർത്താൽ മതി, ഒരു നോട്ട് എന്ന് കൂടി ചേർത്താൽ മതി. ഞാൻ പോകും എന്നാണെങ്കിൽ ഐ വിൽ ഗോ എന്ന് പറയാം. ഞാൻ പോകില്ല എന്നാണെങ്കിലോ ഐ വിൽ നോട്ട് ഗോ. ഞാൻ എടുക്കില്ല, ഐ വിൽ നോട്ട് ടേക്ക്. ഞാൻ പഠിക്കില്ല, ഐ വിൽ നോട്ട് ലേൺ. ഞാൻ പഠിപ്പിക്കില്ല, ഐ വിൽ നോട്ട് ടീച്ച്. നിങ്ങൾ ഉറങ്ങില്ല, യു വിൽ നോട്ട് സ്ലീപ്. ഉറങ്ങില്ല, പാടില്ല, ചാടില്ല, വരില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാത്താൽ മതി, ഒരു നോട്ട് കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവായി. യെസ്, അപ്പോ ഐ വിൽ നോട്ട് ഗോ, ഞാൻ പോകില്ല. അത് പറയുമ്പോ ആദ്യം പഠിച്ച രണ്ടെണ്ണം മാറിപ്പോകരുത്. നമ്മൾ ആദ്യം പഠിച്ച രണ്ടെണ്ണം, ഐ ഡു നോട്ട് ഗോ, ഞാൻ പോകാറില്ല. ഐ ഡിഡ് നോട്ട് ഗോ, ഞാൻ പോയിട്ടില്ല. ഐ വിൽ നോട്ട് ഗോ എന്ന് പറഞ്ഞത് ഞാൻ പോകില്ല. വ്യത്യാസം ഉണ്ടായില്ലേ? ഒന്ന് പോകാറില്ല, മറ്റത് പോയിട്ടില്ല, ഇത് പോകില്ല. ഒന്ന് സ്ഥിരമായ ഹാബിച്വൽ ആക്ഷൻ, മറ്റത് കഴിഞ്ഞു പോയത്, ഇപ്പൊ പറഞ്ഞത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഐ വിൽ നോട്ട് ടീച്ച് യു, ഐ വിൽ നോട്ട് സ്റ്റഡി, ഐ വിൽ നോട്ട് യൂസ് സ്പൈസി ഫുഡ്, ഐ വിൽ നോട്ട് യൂസ് ബിരിയാണി, I will not clean my room, I will not cook food for the family. Yes, I will not sell my old scooter. Okay, വില്ല് കഴിഞ്ഞിട്ട് ഒരു നോട്ടും കൂടി നമ്മൾ ചേർത്ത് പറഞ്ഞാൽ അത് നെഗറ്റീവായി. ഞാൻ എന്റെ സ്കൂട്ടർ വിൽക്കില്ല, ഞാൻ പഠിക്കില്ല, ഞാൻ പഠിപ്പിക്കില്ല, ഞാൻ ഉറങ്ങില്ല. ഇല്ല ഇല്ല എന്ന് വരാൻ വേണ്ടിയിട്ട് ഭാവിയിൽ നടക്കാൻ സാധ്യത ഇല്ലാത്ത കാര്യം അതൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ കൂടി ചേർത്താൽ മതി, ഒരു നോട്ട് കൂടി ചേർക്കാം. കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ആ നോട്ട് വെച്ച് നിങ്ങൾ 1-2 വാചകം ഒന്ന് പറയാൻ പറ്റും നോക്കിയേ. ദിവ്യ പ്രദീപ്, വിൽ നോട്ട് വരുന്ന വാചകം അല്ലെങ്കിൽ ഷാൽ നോട്ട് വരുന്നൊരു വാചകം. വിൽ നോട്ട് അല്ലെങ്കിൽ ഷാൽ നോട്ട്. Yes, Ajanya Ju. Yes, Surya. സർ ഞാൻ പറയട്ടെ.
പറഞ്ഞോളൂ, ശില്പം പറഞ്ഞോളൂ. I will not go to temple. അതിന് ഭയങ്കര സമയം പറയാം. അപ്പൊ എന്ത് പറയും? യെസ്റ്റർഡേ പറയാൻ പറ്റില്ല. എന്ത് പറയും? സമയം പറഞ്ഞു. ടുമോറോ. കറക്റ്റ് ആണ്. ഐ വിൽ നോട്ട് ഗോ ടു ടെമ്പിൾ ടുമോറോ. നാളെ ഞാൻ അമ്പലത്തിൽ പോകില്ല. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സെന്റൻസ് ഒന്ന് ലെങ്ത് ആക്കാൻ വേണ്ടിയിട്ട്, ഇത് കറക്റ്റ് ആണ് പറഞ്ഞത്, ലെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് ബിക്കോസ് എന്ന് പറഞ്ഞ കാരണം പറയാം. ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത് അപ്പൊ 2 സെന്റൻസ് ആയി കേട്ടാ. അങ്ങനെ കയറി വേണം നമ്മള്. നമുക്ക് ഞാൻ എക്സാമ്പിൾ പറയാം. ഐ വിൽ നോട്ട് ഗോ ടു ടെമ്പിൾ ടുമോറോ ബിക്കോസ് ഐ ഹാവ് ടു അറ്റൻഡ് എ മാരേജ് ഫംഗ്ഷൻ ഇൻ ദ മോർണിംഗ്. രാവിലെ എനിക്കൊരു കല്യാണ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ മാറ്റി പറയുന്നത് ഐ വിൽ നോട്ട് ഗോ ടു ടെമ്പിൾ ടുമോറോ ബിക്കോസ് ഐ ഹാവ് ടു ടീച്ച് മൈ സൺ ഫോർ ദ എക്സാമിനേഷൻ. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്റെ മകനെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല, അപ്പൊ അതൊന്ന് ലെങ്ത് ആയില്ലേ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് അവിടെയും ഒരു സെന്റൻസ് ആഡ് ചെയ്യാം. എന്തുകൊണ്ടാണ് മകനെ പഠിപ്പിക്കണം എന്ന് പറയുന്നത്? മൈ സൺ ഈസ് ആൻ ആവറേജ് സ്റ്റുഡന്റ്. എന്റെ മകൻ എങ്ങനെയുള്ളതാണ്? ബുദ്ധിപരമായിട്ട് ആവറേജ് വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് എനിക്ക് അവനെ പഠിപ്പിക്കണം. സോ ഐ ഹാവ് ടു ടീച്ച് ഹിം. സോ ഐ ഹാവ് ടു ടീച്ച് ഹിം. എനിക്ക് പഠിപ്പിച്ചാൽ മാത്രം മതിയോ? വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം. ഐ ഹാവ് ടു കുക്ക് ഫുഡ് ആൾസോ. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം. യെസ്. പിന്നെ എന്താണ് വേണ്ടത്? എനിക്ക് എന്റെ ഭർത്താവിന് ഫുഡ് കൊടുത്തു വിടണം. ഐ വിൽ സെൻഡ് ഫുഡ് ടു മൈ ഹസ്ബൻഡ്. കേട്ടാ, അതിൽ നിന്ന് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ വന്നോളണം. ശില്പം ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. നമ്മൾ ഒറ്റ വാചകത്തിന് നിർത്തരുത്. അവിടെ തോന്നുന്നു ഒരു സെൻറ്റൻസ് ആഡ് ചെയ്ത് ഇങ്ങനെ വരണം. അപ്പൊ നമ്മള് സിമ്പിൾ ആയ ഒരു കാര്യം, ഞാൻ നാളെ അമ്പലത്തിൽ പോകില്ല, അതിന്റെ ബാക്കിലോട്ട് നമുക്കിത് പിടിക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇട്ട് വരാം. ഒരു സെന്റൻസ് പറഞ്ഞിട്ട് അതിന്റെ കാരണം പറഞ്ഞു, ആ കാരണത്തോട് ചേർന്നിട്ടുള്ള വേറൊരു കാര്യം പറഞ്ഞു. ഒക്കെ സിമ്പിൾ ആയിട്ട് ഓക്കെ. ശില്പം കണ്ടിന്യൂ. ശില്പം Hello, sir. പറഞ്ഞു. I will not go to this party tomorrow. I will not go to party tomorrow. Okay, correct ആണ്. അതിന്റെ കൂടെ വല്ല ആഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് കാരണം പറയാം. കാരണം എനിക്ക് പുതിയ സാരി ഇല്ല. Because ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കില്ല. പറഞ്ഞോ. I don't have a churidar, a new churidar. കറക്റ്റാണ്. ഐ ഡോണ്ട് ഹാവ് എ ന്യൂ ചുരിദാർ. എനിക്ക് പുതിയ ചുരിദാർ ഇല്ല. ചുരിദാർ ഉണ്ട്, പക്ഷെ പുതിയതില്ല. അതുകൊണ്ടാണ് ഞാൻ എവിടെ പോകാത്തത്? പാർട്ടിക്ക് പോകാത്തത്. ഓക്കെ. വെരി ഗുഡ് അല്ലേ. ഇനി വേണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ആഡ് ചെയ്യാം. എന്റെ ഭർത്താവിനോട് ഞാൻ ഒരു പുതിയ ചുരിദാർ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ ടോൾഡ്. ആരോട് പറഞ്ഞിട്ടുണ്ട്? മൈ ഹസ്ബൻഡ്. ഒബ്ജക്റ്റ്. ഐ ടോൾഡ് മൈ ഹസ്ബൻഡ്. വാങ്ങുവാൻ. വാൻ എന്ന് പറയുമ്പോൾ ടു പിന്നെ പ്രസന്റ് വനായി. ടു ഗോ പോവുക. ടു ജമ്പ് ചാടുവാൻ. ടു റീഡ് വായിക്കുവാൻ. ടു ബൈ വാങ്ങുവാൻ. ഇത് ചുരിദാർ. കേട്ടാ. I told my husband to buy a new chudidar. ഇനി നമുക്ക് പറയാം, അദ്ദേഹം അത് വാങ്ങുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവിടെ കുറച്ചുകൂടി നല്ലൊരു വാചകം ഉപയോഗിക്കേണ്ടി വരും. അവിടെ വെദർ എന്ന് പറയുന്ന വേർഡ് ചേർക്കും. വെദർ വെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ചാൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഈക്വൽ ചാൻസ്. അങ്ങനെ സംഭവിക്കാം, ഇങ്ങനെ സംഭവിക്കാം. അതായത് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് മേ റെയിൻ. മഴ പെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതുപോലെ നമുക്ക് പറയാം ഐ ഡോണ്ട് നോ വെദർ ഹി വിൽ ബൈ ഇറ്റ് ഓർ നോട്ട്. ഇനി എന്റെ ഭർത്താവ് അത് വാങ്ങുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ. അപ്പൊ അതിനോട് പിടിച്ചു പറഞ്ഞു. എപ്പോഴും നമ്മള് ഇതെല്ലാവരും ചിന്തിക്കുക. ഒരു സെന്റൻസ് പറയുന്നത് അതിന്റെ ബാക്കപ്പ് ഇങ്ങോട്ട് പോരുക. ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് പറയാവുന്ന ഒരു വാചകം, ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് പറയാവുന്ന ഒരു വാചകം. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ്
ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കും. ഓക്കെ ശില്പ, ഐ വിൽ നോട്ട് ഗോ ടു പാർട്ടി ടുമോറോ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ വാചകം പറയും. ശരിയാണ് പറഞ്ഞത് കേട്ടോ. I will not teach her. Yes, I will not teach her. Okay. She is lazy. Very good, correct ആണ്. She is lazy. She is lazy. Okay, 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 okay. Correct. അത്രേ ഉള്ളൂ സർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ശില്പ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ആർക്കാണ് പറയാനുള്ളത്? വിൽ നോട്ട് വരുന്ന ഒന്നോ രണ്ടോ വാചകങ്ങൾ പറയാം. വിൽ നോട്ട്. ദേവിക, മിഥ്യ, ഗഗന, ഞാൻ അങ്ങോട്ട് വിടുകയാണ്. ഗായത്രി, നിങ്ങളുടെ ചിന്തകൾക്ക് അങ്ങനെ വിടുകയാണ്. യെസ്, വിൽ നോട്ട് വരുന്ന വാചകങ്ങൾ പറയാം. ഞാൻ പറയട്ടെ. ഓക്കെ അലക പറഞ്ഞു. I will not able to attend the marriage function without an invitation. Okay. The student. I will not be able to attend the marriage function without invitation. She Yes. will not prepare her exam. Okay. The students will not attend the class properly. Yes. He will not participate in the running competition. Yes. We will not travel to the beach due to the heavy rain. Yes. Correct. I will not attend the meeting tomorrow. Yes. കഴിഞ്ഞില്ലേ? Correct. Okay. വെരി ഗുഡ്. അതൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഓക്കെ. എന്റെ കൂടെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു സെന്റൻസ് കൂടി ആഡ് ചെയ്തിട്ട് ലെങ്ത് ഒന്ന് കൂട്ടാമായിരുന്നു. ഓക്കെ, നല്ല വാചകങ്ങളായിരുന്നു. എന്നാൽ എക്കോവിന്റെ പേരിലാണ് പിടിക്കാതിരുന്നത് കേട്ടോ. യെസ്, ഓക്കെ. അടുത്തത് ആർക്കാണ്? യെസ്, ആർക്കെങ്കിലും? ഗഗന, ഗായത്രി, ദേവിക. സാർ ഞാൻ അത് പറഞ്ഞു നോക്കി ഗഗന. വില്ലോട്ട് വരുന്നത്. I will not finish reading this novel today. ഓക്കെ, കറക്റ്റ് ആണ്. അതിന്റെ കൂടെ ബിക്കോസ് വെച്ച് ഒരു സെൻസ് ഒന്ന് ആഡ് ചെയ്യാൻ പറ്റും നോക്കിയാൽ. ബിക്കോസ് I will not finish reading this novel today because it is too lengthy. is too lengthy. Very good. അല്ലെങ്കിൽ because I have some urgent works. Okay. അടുത്തത്. I will not eat non-veg food because I want to go temple today. Yes, I will not eat non-veg food because I have to go to temple today. Very good. Correct. I will not buy her a gift anymore. I will not drive cars. Yes, because I have no license. Yes. I will not cook the breakfast in the morning. Yes. I will not cook breakfast in the morning because we have decided to buy it from the hotel. Hotel in the വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. Yes, okay. Okay. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, എങ്ങനെ? വെരി ഗുഡ്. ദേവിക, ഗായത്രി, വില്ലോട്ട് വെച്ച് പറയാവുന്ന വാചകങ്ങൾ. I will not complete my study at 7 o'clock because I want to go to marriage function. Very good. Correct. Very good. He will not read a story. He will not read a Hindi story because she don't know how to read Hindi. Very good. Yes. I will not prepare biryani because I have some urgent work. Very good. I have some urgent work. നേരത്തെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. വെരി ഗുഡ്.
I will not plant trees because there is no sufficient area. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. കൊള്ളട്ടെ ഗായത്രി. നേരത്തെ എന്തെല്ലാമാണോ പറഞ്ഞത് ആ കടലാസ് മുമ്പിൽ ഇരിക്കുന്നു. അതിന്റെ തൊട്ട് മുന്നിലൊക്കെ നോട്ട് ചേർത്ത് ക്ലീൻ ആയിട്ട് പറഞ്ഞു. ഇന്റലിജന്റ് വർക്ക്. ഓക്കെ, അതാണ് AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. അപ്പോ വളരെ മനോഹരമായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ ഫ്യൂച്ചറിൽ പോസിറ്റീവും അതിനോടൊപ്പം തന്നെ നെഗറ്റീവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള വാചകങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ കൂടി പറയാണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റേഴ്സുമാണ്. അത് ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ കൂടെ ഒരു നോട്ടും കൂടി വരുമ്പോൾ ഭാവിയിൽ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത് ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. യങ് വൺസിനെ കുറിച്ച് ഞാൻ ചോദിച്ചതല്ലേ? യങ് വൺസ് ഓക്കെ ആണല്ലേ? യങ് വൺസ് ചോദിച്ചാൽ യെസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അപ്പോ ഈ ചോദ്യത്തിന്റെ ആൻസറിന്റെ ആദ്യത്തെ ലെറ്റർ എച്ചും രണ്ടാമത്തെ ലെറ്റർ ഒയുമായിരിക്കും. ഫസ്റ്റ് ലെറ്റർ ഈസ് എച്ച്, നെക്സ്റ്റ് ലെറ്റർ ഈസ് ഒ. എച്ച് ഒ, എച്ച് ഒയിൽ തുടങ്ങുന്നതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. എച്ച് ആൻഡ് ഒ. ഓക്കെ അഞ്ജു. യെസ്, അപ്പോ നമുക്ക് വരാം. സിമ്പിൾ. ഓപ്പോസിറ്റ് ഓഫ് opposite of guest, G-U-E-S-T, guest. Opposite of guest. ആദ്യത്തെ മൂന്ന് ആൻസർ നമുക്ക് പരിഗണിക്കാം. ഓപ്പോസിറ്റ് ഓഫ് ഗസ്റ്റ്. അലക, ഗഗന, ഐശ്വര്യ. അലക, ഗഗന, ഐശ്വര്യ. കറക്റ്റ് ആൻസർ. ഗസ്റ്റ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് പോസ്റ്റ് ആണ്, ആതിഥേയൻ. ഓക്കെ, കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്റ്റഡി ഓഫ്, STUDY, the study of cultivating gardens. The study of cultivating gardens. അത് ബോട്ടണിയോ സുവോളജിയോ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കുക. The study of cultivating അഞ്ജു, ഗായത്രി, ഐശ്വര്യ. അഞ്ജു, അഞ്ജു, ഗായത്രി, and Aishwarya. Okay, okay. The answer is horticulture. Horticulture is the correct answer. അടുത്തത്. How does a Santa, Santa means Santa Claus. How does a Santa laugh? L-A-U-G-H. How does a Santa laugh? Okay, Alaka, correct. Alaka, Anju, Devi. Alaka, Anju, and Devi. Correct answer. Alaka പറഞ്ഞാണ് ho ho ho, ho 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 ho. That's the answer. Very good, very good.
Next question. A large four-legged animal used for riding. A large Gayatri, Alaga, Gagana. Gayatri, Alaga, and Gagana. Yes, it's the correct answer. Anju, correct answer. Ravina, correct answer. That answer is horse. H-O-R-S, horse. Yes. And it's very simple. A period of P-E-R-I-O-D. A period of 60 S-I-X-T-Y 60 minutes is called dash. A period of 60 minutes is called dash. Gayatri, Aishwarya, Shilpa. Gayatri, Aishwarya, Shilpa. Correct answer, Anju. Correct answer. Very good, very good. Hour, H-O-U-R, hour. It's the correct answer. Another. A sweetie, S-W-E-E-T-Y. A sweetie food made by bees, B-E-E-S, bees. A sweetie food made by bees. A sweetie food made by bees. B-E-S, bees, delicious. Shilpa, Smita, Gagana. Shilpa, Smita, നേരത്തെ വന്നിട്ടില്ല അല്ലേ? Smita and Gagana. Correct answer ആണ് honey. Honey is the sweet food made by bees. Next. Another word for being, B-E-I-N-G, being truthful. Another word for being truthful. Another word for being truthful. Deepthi, Devika, Gayatri. Deepthi നേരത്തെ വന്നിട്ടില്ല അല്ലേ? Deepthi, Devika വന്നിട്ടുണ്ട്. Devika and Gayatri. Okay. ശരിയാണ്. The answer is honest. Truthful, സത്യസന്ധനായ എന്നുള്ളതിന്റെ വേറൊരു പേരാണ് honest. It's the correct answer. അടുത്തത്. A tube, T-U-B-E, tube, used to water something. A tube used to water something. Anju, Aishwarya, Deepthi. Anju, Aishwarya, and Deepthi. Gayatri ശരിയാണ്. Devika, Smita, correct ആണ്. Hose. H-O-S-E. എല്ലാത്തിനും ആദ്യത്തെ H ആണ്, രണ്ടാമത്തെ ഫ്ലോ ആണ്. ഓക്കെ. അടുത്തത്. A tool, T-O-O-L, tool, used to catch fish. A tool used to catch fish. Gagana, Aishwarya, Devika. Gagana, Aishwarya, and Devika. Hook ആണ്, hook. Correct ആണ്, hook ആണ്. H-O-O-K, കൊടുത്തുന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഗതിയാണ് hook. A tool which is used to catch fish. അടുത്തത് ചോദ്യം അല്പം ലെങ്തി ആണ്. ആൻസർ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇതിന്റെ ആൻസർ പറയുന്ന ആളെ നമ്മൾ അംഗീകരിച്ചു. കാരണം അതാണ്. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണ്, ശ്രദ്ധിച്ചാൽ മതി. A vehicle that travels
over the surface of land and water. I will repeat. A vehicle that travels on the surface of water and land, or the land and water, supported by current, C-U-R-R-E-N-T, current of air, send, S-E-N-T, send downwards. A vehicle that travels over the surface of land or water, supported by the current of air, send downwards. Oh, Alaga, I appreciate you. Very good, very good, very good. Oh, Alaga, Budala Buddhulana. Alaga, Gayatri, Aishwarya. Alaga, Gayatri, and Aishwarya. Alaga, the answer the Yamaru, Alaga, Adi. Alaga, how did you know this? ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളതാണ് കൊണ്ട് സാറേ. ഒരറിവും ചെറുതല്ലാതെ മനസ്സിലായില്ലേ? യെസ്, ഇതെന്ന് പറഞ്ഞാല് കരയിലൂടെയും വെള്ളത്തിലൂടെയും പോകുന്ന ഒരു വാഹനമാണത്. അതിന്റെ പേരാണ് ഹോവർ ക്രാഫ്റ്റ്. HOVERCRAFT, ഹോവർ ക്രാഫ്റ്റ്. ഓക്കെ ഓക്കെ. അടുത്തത് another word for burrow, BURROW. Another word for burrow. Deepthi, Aishwarya, Gayatri. Deepthi, Aishwarya, and Gayatri. Is the correct answer? Hold. Yes. And the last question. A team game in which the players use, I will repeat, a team game in which the players use curved, CURVED. Oh, okay. Shilpa, Anju, Gayatri. Shilpa, Anju, Gayatri. I told you for the again, I don't know Utramanu. Correct, curved stick. Curved stick ഉപയോഗിക്കുന്നത്. That is what is called hockey. Yes. അപ്പോൾ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് മാർക്ക് നോക്കാം. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ സ്മിത 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ദീപ്തി 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ദേവിക 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ശില്പ 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, അലഖ 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ഗഗന 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, അഞ്ചു 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 2 പേർക്ക് ഈക്വൽ പോയിന്റ് ആണ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ഗായത്രി, അടുത്തത് ഐശ്വര്യ. ഗായത്രിക്ക് 7 പോയിന്റ് ഉണ്ട്, ഐശ്വര്യക്കും 7 പോയിന്റ് ഉണ്ട്. 2 പേർക്കും 7 പോയിന്റുകൾ ലഭിച്ചിട്ടുണ്ട്. അവർക്ക് 2 പേരുമാണ് ഇന്നത്തെ ചോദ്യോത്തരത്തിലെ ക്യാമന്മാർ എന്ന് പറഞ്ഞുകൊണ്ട്. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിനെ കുറിച്ചാണെന്ന് അറിയാം. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഭാവിയെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ കഴിഞ്ഞു പോയ സംഭവമായിരിക്കും. സിമ്പിൾ ഫ്യൂച്ചർ പ്രസന്റ് ആണെങ്കിൽ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമായിരിക്കും. ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സൂചിപ്പിച്ചത്. യെസ്.
അപ്പോ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങളത് ചോദിച്ചതാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഡിലീറ്റ് ആക്കിയേക്കുക. ചോദിച്ചിട്ടില്ലാത്തതാണെങ്കിൽ അതിന്റെ ആൻസർ പറയും. ഒരെണ്ണം. A man has 6 sons എന്ന് പറഞ്ഞ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചാണ്. Yes or no? ചോദിച്ചിട്ടില്ല എന്നുള്ളത് അല്ലേ? ഓക്കെ. നോ. അപ്പൊ ഓക്കെ കേൾക്കുന്ന ചോദ്യം ഇതാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ചോദ്യം ഇംഗ്ലീഷിലായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. A man has 6 sons. Yes or yes? A man has 6 sons. Each son has 2 sisters. Each son has 2 sisters. How many children are there? A man has 6 sons. Each son has 2 sisters. Statement. How many children are there? Gagana പറയുന്നു 8, ഐശ്വര്യ 12, ഗായത്രി 12, ദീപ്തി 18, 18. യെസ്. ഇനി ആർക്കെങ്കിലും ചോദ്യം മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. A man has 6 sons. Each son has 2 sisters. Gayatri 6. Yes. അപ്പൊ കറക്റ്റ് ആൻസർ ഇതിനകത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യം പറഞ്ഞ ആളാണ് കറക്റ്റ് ആൻസർ പറഞ്ഞത്. ഗഗനയാണ് കറക്റ്റ് ആൻസർ പറഞ്ഞത്. അലക്കയും ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഈസ് 8. കറക്റ്റ് ആൻസർ ആണ് 8. 6 സൺസ് ഉണ്ട്. അപ്പൊ അവർക്ക് 6 കുട്ടികളുണ്ട്. ഓരോ കുട്ടിക്കും 2 സഹോദരിമാര് വീതമുണ്ട്. അപ്പൊ ആകെ 2 സഹോദരി മതി. അത് എല്ലാവരുടെയും 6 സണ്ണിന്റെയും സഹോദരിമാരായിരിക്കുമല്ലോ. യെസ്. അപ്പൊ നമുക്ക് 6 + 2 8 ഉത്തരം ഉറപ്പിക്കാം. ആദ്യം ഉത്തരം പറഞ്ഞ അലകയ്ക്ക് പ്രത്യേക കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. We will meet in the next class. Okay.